அப்பாவி மக்கள் நோய் தீர வந்தபடி இருக்கிறார்கள். பல பெருந்தலைகளும் புகழ் பெற்றவர்களும் கூட இங்கே வருவதாக சொல்லப்படுகிறது. सीके जाफर शरीफ XMP और जैसे CM इब्राहिम यहाँ कर्नाटक के हैं वो यहाँ आ चुके हैं. सीके जाफर शरीफ XMP और जैसे CM इब्राहिम यहाँ कर्नाटक के हैं वो यहाँ आ चुके हैं. सीके जाफर शरीफ XMP और जैसे CM इब्राहिम यहाँ कर्नाटक के हैं वो यहाँ आ चुके हैं. ജാഫർ ഷരീഫും പിന്നെ CM ഇബ്രാഹിമും എല്ലാ നേതാക്കന്മാരും പോവാണ്. എവിടെ? അസ്ലം ബാവയുടെ സമീപത്ത്. ഈ അസ്ലം ബാവയുടെ സമീപത്ത് ജാഫർ ഷരീഫും CM ഇബ്രാഹിമും ഒക്കെ പോയി ബർക്കത്തെടുക്കാണ്, അനുഗ്രഹം വാങ്ങാണ്. നീ ആരാ ഈ CM ഇബ്രാഹിം അറിയോ? നിങ്ങൾ നോക്ക്, ആ ബന്ധമുണ്ടല്ലോ. എല്ലാ തട്ടിപ്പ് വീരന്മാരും പരസ്പരം വലിയ ബന്ധത്തിലാണ്. അത് വലിയൊരു ചങ്ങലയാണ്, വലിയൊരു ശൃംഖലയാണ്. ആരാ ആ CM ഇബ്രാഹിം എന്ന് പറഞ്ഞ ആൾ? ആരാന്നറിയോ? ആരാ CM ഇബ്രാഹിം? പരിചയപ്പെടുത്തട്ടെ, വരട്ടെ. സുന്നി പ്രസ്ഥാനത്തിന്റെ ആശയും ആവേശവുമായ മുൻ കേന്ദ്രമന്ത്രി CM ഇബ്രാഹിം. സുന്നി പ്രസ്ഥാനത്തിന്റെ ആശയും ആവേശവുമായ മുൻ കേന്ദ്രമന്ത്രി CM ഇബ്രാഹിം. കണ്ടോ? സുന്നി പ്രസ്ഥാനത്തിന്റെ ആശയും ആവേശവുമായ മുൻ കേന്ദ്രമന്ത്രി CM ഇബ്രാഹിം. ഇതേ CM ഇബ്രാഹിം തന്നെയാണ് വേറെ ഇപ്പൊ അസ്ലം ബാവയുടെ അടുക്കലാണെങ്കിൽ മറ്റൊരിക്കൽ അമൃതാനന്ദമയുടെ അടുക്കൽ പോയത്. ആ അമൃതാനന്ദമയുടെ അടുക്കൽ ഒരു വട്ടം, അതുപോലെ തന്നെ മറ്റൊരിക്കൽ അസ്ലം ബാവയുടെ അടുക്കല്. അങ്ങനെ പോയ ആളെ നമ്മുടെ കേരളത്തിൽ പരിചയപ്പെടുത്തുന്ന എന്താണോ? സുന്നി പ്രസ്ഥാനത്തിന്റെ ആശയവും ആവേശവുമായ CM ഇബ്രാഹിം. എന്തൊരു വാചക പിശക് സംഭവിച്ചതാണോ? പറഞ്ഞപ്പോൾ ഒരു വാചക പിശക് പറ്റിപ്പോയതാണോ? അല്ല, നേരെ മറിച്ച് ആധികാരികമായ വ്യക്തിത്വങ്ങൾ തന്നെ CM ഇബ്രാഹിമിനെ പരിചയപ്പെടുന്നത് കേട്ടോളൂ. ഒരു കാര്യം. രണ്ടാമത്തത്, CM ഇബ്രാഹിം സാഹിബ്. CM എന്നുള്ള ഇനിഷ്യലേ ഒത്തിട്ടുള്ളൂ, ബാക്കി ഇബ്രാഹിം എന്നാ പേര്. അങ്ങനെയാണെങ്കിലും മൂപ്പര് CM വലിയുള്ളാനെ വളരെ ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട് ഇവിടെ, അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല എന്നാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. കണ്ടോ? അപ്പൊ CM ഇബ്രാഹിം എന്ന മഹൽ വ്യക്തിയുടെ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഖമറുൽ ഉലമയായി ഞാനിനി പ്രസംഗിക്കുന്നില്ല. ആരാണ് CM ഇബ്രാഹിം? അസ്ലം ബാവയുടെ മുന്നിൽ പോയി തലകുത്തി നിന്ന, അമൃതാനന്ദമയുടെ മുന്നിൽ പോയി നിന്ന CM ഇബ്രാഹിം കേരളത്തിലെത്തുമ്പോ സുന്നി പ്രസ്ഥാനത്തിന്റെ ആളാണ് എന്ന് മാത്രമല്ല, ആ സ്റ്റേജിൽ നിന്ന് ഈ മനുഷ്യൻ പറയുകയാണോ? എന്താ പറയുന്നറിയോ? ഞാൻ എന്തിനാ എഴുതിനെ പോണെന്നറിയോ? അസ്ലം ബാവയുടെ അടുക്കലും അതുപോലെ തന്നെ അമൃതാനന്ദമയുടെ അടുക്കലും കേരളത്തിൽ വന്ന കാന്തപുരം മുസ്ലിം അടുക്കലൊക്കെ പോണെന്തിനാന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം പറയട്ടെ. ഇന്ന് ഈ സുന്നത്ത് ജമാഅത്തിന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എന്തിനാ എത്തിയത്? ഈ ആലിമ്യങ്ങളുടെ മുമ്പിൽ ഞാൻ എന്തിനാ ഇവർ ആദരിക്കുന്നത്, കൈമുത്തുന്നത്? ദുനിയാവിന് വേണ്ടിയിട്ടാണോ? സത്യമല്ല, ആഖിറത്ത് നന്നാണോ? എന്റെ സ്നേഹിതന്മാര്, ഇന്ന് ഈ സുന്നത്ത് ജമാഅത്തിന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എന്തിനാ എത്തിയത്? ഈ ആലിമ്യങ്ങളുടെ മുമ്പിൽ ഞാൻ എന്തിനാ ഇവർ ആദരിക്കുന്നത്, കൈമുത്തുന്നത്? ദുനിയാവിന് വേണ്ടിയിട്ടാണോ? സത്യമല്ല, ആഖിറത്ത് നന്നാണോ? എന്റെ സ്നേഹിതന്മാര്, ആഖിറത്ത് നന്നാണോ? നല്ല ആഖിറത്താ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നമുക്കിടയിൽ ഏറ്റവും അധികം പ്രചാരം കിട്ടാണ്. എന്നൊരു വലിയ ജനത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഈ രൂപത്തിൽ ആൾദൈവ സംസ്കാരത്തിന്റെ ആണിക്കല്ലുകളെ കൊണ്ടുവന്ന് സുന്നത്ത് ജമാഅത്തായി പരിചയപ്പെടുത്ത് ഇസ്ലാമിന്റെ പരിവേഷം നൽകിയിട്ട് വലിയ വലിയ ഉലമാക്കന്മാർ ആശീർവാദം നേടിക്കൊടുക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഇത് തിരിച്ചറിയണ്ടേ, ഇത് മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട്